അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകുന്നതിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ സംഗമം. മട്ടന്നൂർ വായാന്തോട് നടന്ന പ്രതിഷേധ സംഗമം KPCC മെമ്പർ രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. കിഴല്ലൂർ പഞ്ചായത്തിലെ കാനാട് കോളിപ്പാലം നല്ലാണി മേഖലയിൽ സർക്കാർ വിജ്ഞാപനം ചെയ്ത ഭൂമി ഏറ്റെടുത്ത ഭൂവുടമകളുടെ പ്രതിസന്ധി പരിഹരിക്കുക, 9 വർഷമായി സർക്കാർ അലംഭാവം കാരണം മുടങ്ങിയ സ്ഥലം ഏറ്റെടുക്കലിന് ഭൂമി ഉടമകൾക്ക് കൂടി സ്വീകാര്യമായ നഷ്ടപരിഹാര പാക്കേജും പുനരധിവാസവും ഉറപ്പാക്കുക, വീട് നഷ്ടമായവർക്കും വിമാനത്താവള അനുബന്ധമായി പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്കും വാടക ഇനത്തിലെ കുടിശ്ശികയും പുനരധിവാസവും ശാശ്വത പ്രശ്ന പരിഹാരവും ഉറപ്പുവരുത്തുക, വിമാനത്താവളത്തിന് സ്ഥലം വിട്ടുകൊടുത്ത് പുനരധിവസിപ്പിക്കപ്പെട്ട കിഴല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനകീയ പ്രശ്നങ്ങളിൽ കണ്ണു തുറക്കാത്ത സർക്കാരിനെതിരെ സമരപ്രഖ്യാപനവുമായി കോൺഗ്രസ് കിഴല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. മട്ടന്നൂർ വായാന്തോട് ജംഗ്ഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ സംഗമം KPCC മെമ്പർ രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. വിമാനങ്ങൾ തിരിച്ചു പോയാൽ അവിടെ ആളുകൾ വരുന്നില്ല, അവിടെ കസ്റ്റമേഴ്സ് വരുന്നില്ല, അവിടെ യാത്രക്കാർ വരുന്നില്ല, അവിടെ സൗകര്യങ്ങളില്ലാതെയല്ല. അവിടെ ആ വിമാനത്താവളത്തിനകത്ത് കൃത്യമായ ദീർഘവീക്ഷണമില്ലാതെ ആളുകൾ എങ്ങനെ ഒരു വികസനങ്ങൾ അത് യാഥാർത്ഥ്യമായി കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമില്ലാതെ ഈ സ്ഥലത്തെ MLA അടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതിപറ്റിയില്ല. പ്രതിസ്ഥാനത്ത ഈ പറയുന്ന 250 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് 150 കുടുംബങ്ങൾക്ക്, ആ കുടുംബങ്ങൾക്ക് 9 വർഷമായി നഷ്ടപരിഹാരം കൊടുക്കേണ്ട പ്രതിപറ്റിയല്ലോ. ഉത്തരവാദിത്തമില്ല MLA നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം, അവരുടെ സ്ഥലം പോയിട്ടുള്ളത് നിങ്ങൾ ഏറ്റെടുത്തില്ല, വികസനം പോകുന്നെന്ന് പറഞ്ഞു KPCC സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ജനകീയ സമര പ്രഖ്യാപനം നടത്തി. കിഴല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AK ദീപേഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി VR ഭാസ്കരൻ, സുരേഷ് മാവില, TV രവീന്ദ്രൻ, പ്രവീൺ കാനാട്, AK രാജേഷ്, ഉഷ പാറക്കണ്ടി, KP വിനോദൻ, സന്തോഷ് കാനാട്, M ദാമോദരൻ, K മനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.